പ്രിയമുള്ള സ്നേഹിത, ഇത് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും തിരുവചനത്തിനായിട്ട് കാതോർക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. 1 ദിനവൃത്താന്തം 12-ാം അധ്യായം 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഒടുവിൽ ദൈവത്തിൻ്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. ദാവീദിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സൈന്യം പോലെ ദാവീദിൻ്റെ സൈന്യം വലിയൊരു സൈന്യമായി തീർന്നു എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് ദാവീദിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞത്? എന്താണ് അതിൻ്റെ സാഹചര്യം? ആ സാഹചര്യം ഒരു പക്ഷേ നമ്മളുടേതിന് സമാനമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് കൂടുതൽ ശക്തി നേടാൻ ഈ പഠനം നിങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും ദാവീദ് വളരെയധികം പ്രശസ്തനായ ഇസ്രായേലിൻ്റെ രാജാവാണ്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. ഇസ്രായേലിൻ്റെ മധുര ഗായകൻ എന്നാണ് ദാവീദിനെ കുറിച്ച് പറയുന്നത്. ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹിതനെന്നാണ് യേശു ദാവീദിനെ കുറിച്ച് പറയുന്നത്. ദാവീദ് യിശ്ശായിയുടെ 10 മക്കളിൽ ഏറ്റവും ഇളയവനാണ്. BC 1085 ആണ് ബത്ലഹേമിൽ അദ്ദേഹം ജനിച്ചു എന്ന് പറയുന്നു. ദാവീദിനെ കുറിച്ച് ഒരുപക്ഷെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ടൈപ്പ് ആണ് എന്നുകൂടെ പറയുന്നുണ്ട്. 1 രാജാക്കന്മാർ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ, നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. ദൈവത്തെ കണ്ടുമ്പോൾ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ദാവീദ് രാജാവ് ദൈവത്തെ കണ്ടു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായി. അതുകൊണ്ട് ദൈവം അവനെ രാജാവായി അഭിഷേകം ചെയ്തു. അപ്പോസ്തലിക കാലത്ത് സഭ ഒരു ദിവസം 3000 പേരൊക്കെ സ്നാനപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ വളരുമ്പോൾ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ, നമ്മുടെ കൂട്ടത്തിലേക്ക് ദൈവത്തെ അംഗീകരിക്കുന്ന ഒരുപാട് മനുഷ്യർ ഉണ്ടായി വരും എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ സൈന്യം പോലെ വലിയ സൈന്യമായി തീരും എന്ന് പറയുന്നത്? അതിൻ്റെ നിയോഗത്തെക്കുറിച്ച് നമുക്ക് നിശ്ചയമുണ്ടാകണം. ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാകണം. ഏലിയാവും എലീശയും ഒക്കെ 2 രാജാക്കന്മാർ 2:9 ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരയണം എന്ന് ദൈവം ചോദിക്കുകയാണ്. നമ്മളോട് കർത്താവ് ചോദിക്കും, നിനക്ക് ഞാൻ ഇന്ന് എന്താണ് ചെയ്തു തരേണ്ടുന്നത്? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളെന്ന നിലയിൽ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളെന്ന നിലയിൽ ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്: ഞാൻ നിനക്ക് എന്താണ് ഇന്ന് ചെയ്തു തരേണ്ടുന്നത്? എത്ര മനോഹരമായൊരു ചോദ്യം. ദൈവം വന്ന് നമ്മളോട് ചോദിക്കുന്നു, ഇന്ന് ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടുന്നത്? ഇന്നും ദൈവം നമ്മളോട് ആ ചോദ്യം ചോദിക്കുന്നു. എലീശയുടെ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. 2 രാജാക്കന്മാർ 2:9 ഞങ്ങളുടെ അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കിനെ ഞങ്ങൾക്ക് തരണമേ. ആത്മാവിൻ്റെ ഇരട്ടി പങ്കിനെ ഞങ്ങൾക്ക് തരണമേ എന്നാണ് എലീശ പ്രവാചകൻ പറയുന്നത്. നമ്മൾ എന്താണ് കർത്താവിനോട് ഇന്ന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് സമ്പത്തോ പണമോ മറ്റെന്തെങ്കിലുമൊക്കെ ആണോ? നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത്, നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കിനെ ഞങ്ങൾക്ക് തരണമേ എന്നാണ്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, അവൻ്റെ കരുണ കാണുമ്പോൾ, അവൻ്റെ സ്നേഹം കാണുമ്പോൾ, അവൻ്റെ നന്മ കാണുമ്പോൾ, അവൻ നൽകുന്ന സുരക്ഷിതത്വം എന്താണെന്ന് കാണുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് അതിൻ്റെ ഇരട്ടി പങ്കിനെയാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് അവസാന കാലഘട്ടത്തിലാണ്. കർത്താവായ യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകണം. വിൽക്കുവാനും വാങ്ങുവാനും കഴിയാത്തൊരു കാലത്തെ നമ്മൾ നേരിടാൻ പോവുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത്, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കിനെ ഞങ്ങൾക്ക് തരണമേ എന്നാണ്. ദാവീദ് രാജാവ് അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ആടുമേയ്ക്കുന്ന സമയത്ത്, അപ്പൻ്റെ ആട് മേയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ്
ശമൂവേൽ പ്രവാചകൻ വന്ന് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അഭിഷേകത്തിന് ശേഷം രാജ്യാവകാശം കിട്ടുന്നില്ല. അപ്പോഴും ആട് നയിക്കുന്ന മനുഷ്യനായി അദ്ദേഹം തുടരുകയാണ്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ പടക്കളത്തിലായിരിക്കുമ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ദാവീദ് രാജാവ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് അവൻ ഗോലിയാത്തിനെ നശിപ്പിക്കുന്നത് കാണാം. അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടൊരു ജീവിതം ആരംഭിക്കുന്നു. പക്ഷേ അപ്പോഴൊക്കെ അന്നത്തെ രാജാവ് ശൗലിന് ദാവീദിനോട് ദേഷ്യം വരികയാണ്. അസൂയ മൂത്ത് ദാവീദിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. ദാവീദ് ഒളിച്ചു പാർക്കേണ്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ടും ഒളിച്ചു താമസിക്കേണ്ടുന്ന അവസ്ഥ. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മളും പലപ്പോഴും ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവത്താൽ ഇഷ്ടപ്പെടുന്നവരാണ്, ദൈവത്തെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇന്ന് സന്തോഷമായി സൂര്യമായി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇവിടെയാണ് ദാവീദ് ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കേണ്ടുന്നത്. ദാവീദ് ഒളിവിൽ പോയി താമസിക്കുകയാണ്. പർവ്വതങ്ങളുടെ ഇടയിലും ഗുഹകളിലും പാർക്കുമ്പോൾ ഉണക്കമുന്തിരി പഴവുമായിട്ട് അവനെ ആളുകൾ തേടി ചെല്ലുന്നതായി കാണാം. ഒരു പക്ഷേ നമ്മൾ ഒളിച്ചു താമസിക്കേണ്ടി വന്നാലും സുരക്ഷയ്ക്ക് വേണ്ടി ശത്രു നമ്മളെ വേട്ടയാടി പിടിക്കാൻ വരുമ്പോൾ, അതായത് ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ ഈ അന്ത്യകാലത്ത് നമ്മൾ തീരുമാനിക്കുമ്പോൾ, ശബദനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മളെ ഒടുക്കിക്കളയുവാൻ അവർ വരും. കാരണം ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ത്യകാലത്ത് പീഡിപ്പിക്കുന്നതിനായിട്ട് ആളുകൾ വരുന്നത്. ആ സമയത്ത് നമ്മൾ ഒളിവിൽ താമസിക്കേണ്ടി വരും. നമ്മൾ ഒളിവിൽ താമസിക്കുമ്പോൾ നമ്മളെ കാണാനായിട്ട് ഒരു പക്ഷെ ദൈവം ആളുകളെ പറഞ്ഞയക്കും. അവർ ഉണക്കമുന്തിരിയുമായി കടന്നു വരും. ദാവീദിനെ കാണാൻ പോയത് ഉണക്കമുന്തിരിയുമായിട്ടാണ് ആളുകൾ. അത് ഊർജം കൊടുക്കുന്നതാണ്, അത് ഇരുമ്പിൻ്റെ സത്ത് കൊടുക്കുന്നതാണ്, അത് അവന് വിറ്റാമിനുകൾ നൽകുന്നതാണ്. വെറും കൈയോടെയല്ല ആളുകൾ വന്നത്. പരിശുദ്ധാത്മാവ് നടത്തുന്ന ആളുകൾ ദശാംശം കൊണ്ടുവന്നു, കാണിക്ക കൊണ്ടുവന്നു, മറ്റു പലതും കൊണ്ടുവന്നു, ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അവൻ ഒളിച്ചു താമസിക്കുന്നിടത്തേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. നമ്മൾ ഒളിച്ചു താമസിക്കാൻ തീരുമാനിക്കപ്പെട്ടാലും നമുക്കൊരു കുറവും വരാതെ നോക്കാൻ കർത്താവിന് സാധിക്കും. അതാണ് ഈ അന്ത്യകാലത്ത് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒളിച്ചാണ് താമസിക്കുന്നതെങ്കിൽ പോലും നമുക്കൊരു കുറവും വരികയില്ല. നമുക്കാവശ്യമായതെല്ലാം ദൈവം നൽകിത്തരും. കാരണം അവൻ യഹോവ ജിരേ, ദാതാവാകുന്ന ദൈവമാണ്. അവൻ നമുക്ക് നൽകിത്തരും. ഇന്ന് പല ആളുകളും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഒരു പക്ഷേ മറ്റു പലരെയും മറന്നു പോകും. അന്നേരം നമ്മൾ ഒളിവിൽ താമസിക്കേണ്ടവരായി വരും. ദാവീദ് ആടിനെ മേയ്ക്കുന്നവനായിരുന്നു. അഭിഷേകം ചെയ്യപ്പെട്ടിട്ടും, അഭിഷേകം രാജാവായി തീരുമാനിക്കപ്പെട്ടിട്ടും ഗോലിയാത്തിനെ അവൻ തോൽപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും രാജ്യത്തിൻ്റെ ഭാരം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ദൈവം പറയുന്നു, അവൻ എന്നെ പുൽപ്പുറത്തുകൂടി നടത്തുന്നു, സ്വച്ഛയായ വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു, എനിക്കൊരു മുട്ടുമുണ്ടാകുകയില്ല. ഇസ്രയേലിൻ്റെ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിന് ഒരിക്കൽ പോലും രാജ്യത്തിൻ്റെ അവകാശം കിട്ടുന്നില്ല. അദ്ദേഹം കൊട്ടാരത്തിന് വെളിയിൽ ഒളിവിൽ താമസിക്കുകയാണ്. പക്ഷേ ദാവീദിൻ്റെ അനുഭവം പറയുകയാണ്, അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് നടത്തുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുന്നു, എനിക്കൊരു മുട്ടുമുണ്ടാവുകയില്ല, എനിക്കൊരു കുറവുമുണ്ടാകുകയില്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ
നമ്മുടേതല്ലാത്ത ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, നമ്മൾ ഒളിച്ചു താമസിക്കേണ്ടി വന്നേക്കാം. എന്നാൽ അവൻ നമ്മളെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തും. അവൻ നന്മയും കരുണയും കൊണ്ട് നമ്മളെ നിറയ്ക്കും. അവൻ ശത്രുക്കൾക്ക് മുൻപാകെ നമുക്ക് മേശയൊരുക്കും, നമുക്കൊരു മുട്ടുമുണ്ടാകയില്ല. എത്ര വലിയ കരുതൽ! ഈ കരുതലിന് ഞാൻ യോഗ്യനല്ല, എങ്കിലും അവൻ എന്നെ കരുതുന്നു, അവൻ എന്നെ സംരക്ഷിക്കുന്നു. ഞാൻ ഒളിച്ചു ജീവിച്ചാലും കർത്താവിൻ്റെ കരുതൽ എനിക്കൊപ്പമുണ്ട്. ദാവീദിനെ അന്വേഷിച്ച് ആളുകളെത്തി. ഒളിവിൽ താമസിക്കുന്ന മനുഷ്യനെ തിരഞ്ഞു പിടിച്ച ആളുകൾ കാണാൻ വന്നു. ഒളിവിൽ താമസിക്കുന്ന മനുഷ്യനെ കണ്ടുപിടിച്ച ആളുകൾ തേടി വന്നു. കാരണം അവനെക്കൊണ്ട് അവർക്ക് ഉപയോഗമുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടും വെറുക്കപ്പെട്ടും നിന്നാപാത്രമായി ജീവിക്കുമ്പോഴും ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും. കാരണം അവർക്ക് വ്യക്തിപരമായി അറിയാം, അവർക്ക് അനുഗ്രഹം കൊടുക്കാൻ നമുക്ക് കഴിയും. കാരണം ദൈവം നമുക്കൊപ്പമുണ്ട്. ദൈവം നമുക്കൊപ്പമുള്ളത് കൊണ്ട് അവർക്ക് അനുഗ്രഹം കൊടുക്കാൻ നമുക്ക് കഴിയുമെന്ന് വിചാരിച്ച് ആളുകൾ ഒളിവിൽ താമസിക്കുന്ന നമ്മളെ തേടി വരും എന്നാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. യഹോവയുടെ സൈന്യം പോലെ അവൻ്റെ സൈന്യം വളർന്നു. ഒളിവിൽ താമസിക്കുമ്പോഴും വളരുന്നു. ഒളിവിൽ താമസിക്കുമ്പോഴും വളരുന്നു. ഒരുപക്ഷെ ആളുകൾ നമ്മളെ കളിയാക്കും, ആള് കുറവാണ്, എണ്ണം കുറവാണ്, എല്ലാം നശിച്ചു പോകാറായി എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ വളരുന്നത് കർത്താവിൻ്റെ ശക്തിയിലാണ്. യോശുവ 5:13 മുതൽ 15 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, അല്ല ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപനല്ലയോ? യഹോവയുടെ സൈന്യത്തിൻ്റെ വലിപ്പം എലീശയുടെ ബാല്യക്കാരൻ കണ്ടു. അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപനാണ്. കാരണം നമ്മൾ ആരുമില്ലാത്തൊരു കൂട്ടത്തിൻ്റെ ആളല്ല, ഉപേക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൻ്റെ ആളല്ല, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യരുടെ ആൾക്കാരല്ല. കാരണം നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ തേടി ആളുകളെ അയക്കും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സൈന്യാധിപനാണ്, ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ അധിപനാണ്, ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുന്നവരാണ്. ഒരുപക്ഷെ യഹോവയുടെ സൈന്യത്തിൻ്റെ വലിപ്പം എന്താണെന്ന് എലീശ പ്രവാചകൻ്റെ സഹായിയായ മനുഷ്യന് മനസ്സിലായില്ല. ദൈവം അവനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അവൻ്റെ കണ്ണ് തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ണ് തുറന്നപ്പോഴാണ് അഗ്നിമയമായ രഥങ്ങളിൽ ആയിരക്കണക്കിന് ദൂതന്മാർ അവർക്ക് കാവലായിരിക്കുന്നത് കാണാൻ പറ്റിയത്. ഒരുപക്ഷെ നമ്മൾ ഒളിച്ച് താമസിക്കേണ്ടവരാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ കാവൽ നമുക്കുണ്ട്, ദൈവത്തിൻ്റെ കരുതൽ നമുക്കുണ്ട്. അത് കാണുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, കർത്താവേ, ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ല. എനിക്ക് വേണ്ടി ഇത്രത്തോളം ത്യജിക്കുവാൻ, ഇത്രത്തോളം ത്യാഗമായിട്ടും എന്നെ സംരക്ഷിക്കുവാൻ നീ എത്രമാത്രം വന്നിരിക്കുന്നു. കർത്താവേ, ഞാൻ ഈ കരുണയ്ക്ക് യോഗ്യനല്ല. എലീശ ദോഫനിൽ പാർത്തു. അരാമ്യ പട്ടാളം അവരെ വിഴുങ്ങുകയാണ്. ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നു. അഗ്നിമയമായ രഥങ്ങളും കുതിരകളുമായി മല നിറയെ ദൈവത്തിൻ്റെ ദൂതന്മാർ നിൽക്കുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു. ഇതിനേക്കാൾ വലിയതാണ് ദാവീദിൻ്റെ സൈന്യം. 1 ദിനവൃത്താന്തം 12-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു, വീരന്മാരും പടനായകന്മാരും ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ പടനായകന്മാരുമുണ്ട്. സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ള വ്യക്തികൾ ദാവീദിൻ്റെ കൂടെ വന്നു ചേരുകയാണ്. ഒളിവിൽ താമസിക്കുന്ന മനുഷ്യൻ്റെ പിന്നാലെ ആളുകൾ തേടി പിടിച്ചു വരുന്നു. വളരെയധികം കഴിവുള്ളവർ, വളരെയധികം അറിവ് നേടിയവർ, വളരെയധികം സ്കില്ലുള്ള ആളുകൾ ദാവീദിനെ തേടി വരികയാണ്. 1 കൊരിന്ത്യർ 12:2 പറയുന്നു, വില്ലാളികളും വലം കൈകൊണ്ടും ഇടം കൈകൊണ്ടും കല്ലെറിയാൻ അറിയുന്നവർ, വില്ലുകൊണ്ട് അമ്പെയ്യാൻ സമർത്ഥർ, ഇടം കൈകൊണ്ടും വലം കൈകൊണ്ടും ഉന്നം തെറ്റാതെ ഒരേ സമയം എറിയാൻ കഴിയുന്നവർ ദാവീദിൻ്റെ കൂടെ വന്നു. അതേപോലെ വില്ലുകൊണ്ട് ഇടം കൈകൊണ്ടും വലം കൈകൊണ്ടും കുലയ്ക്കാൻ അറിയുന്നവർ അവൻ്റെ കൂടെ വന്നു.
അതായത് ശത്രുക്കൾക്ക് എതിർക്കാൻ കഴിയാത്ത വിധം തന്ത്രപരമായ നീക്കങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവർ ദാവീദിൻ്റെ സൈന്യത്തിൽ വന്നു ചേർന്നു എന്ന് പറയുകയാണ്. ഒളിച്ച് താമസിക്കുമ്പോഴും. ഇന്നൊരു പക്ഷെ നമുക്ക് കല്ലെറിയുന്നതൊന്നും ആയിരിക്കില്ല സ്കിൽ, പക്ഷേ ദൈവം എന്താണോ ഇന്ന് നമുക്ക് ആവശ്യമായുള്ളത് അത് ദൈവം നമുക്ക് നൽകിത്തരും. ദാവീദിന് അന്ന് ആവശ്യം ശത്രുക്കളെ തുരത്താൻ ആവശ്യമായ കഴിവുള്ളവരായിരുന്നെങ്കിൽ ദൈവം അവരെ കൊടുത്തതുപോലെ ഇന്ന് നമുക്കെന്താണോ ഏറ്റവും ആവശ്യമായത് അത് ദൈവം നമുക്ക് നൽകിത്തരും. ഒരു ഗവേഷണം നടത്തി 2 കൈകൊണ്ടും യുദ്ധം ചെയ്യുവാൻ കഴിവുള്ളവർ, പ്രാപ്തി നേടിയവർ, ഇങ്ങനെയുള്ള ആളുകൾ, വളരെ സ്കിൽഫുള്ളായിട്ടുള്ള ആളുകൾ ദാവീദിനെ തേടി ദാവീദ് ഒളിച്ചു പാർത്ത സ്ഥലത്ത് വന്നു. അവർ ശ്രേഷ്ഠ സൈന്യത്തിൽ ചേർന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത്, ഒരു രോമത്തിന് പോലും ഏറ് പിഴയ്ക്കാത്തവരായിരുന്നു അവർ. ഒരു രോമത്തിന് പോലും ഏറ് പിഴയ്ക്കാത്ത മനുഷ്യർ. അത്രയ്ക്കും സ്കില്ലായിട്ടുള്ള, അത്രയ്ക്കും കഴിവുള്ള ആളുകളാണ് ദാവീദിൻ്റെ കൂടെ വന്നു ചേർന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ദൈവം അത്രയ്ക്ക് കഴിവുള്ള ആളുകളെ, ദൈവം അത്രയ്ക്ക് നന്മയുള്ള ആളുകളെ നമുക്ക് മുന്നിൽ കൂട്ടിച്ചേർക്കും. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ദാവീദ് എവിടെയായിരുന്നു? ദാവീദ് ഒളിച്ചു താമസിക്കുകയാണ്. നമ്മൾ ഒളിച്ചു താമസിക്കുന്നവരാണോ? പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആളുകൾ നമ്മളെക്കുറിച്ച് മോശം വിചാരിക്കും, തെറ്റായി വിചാരിക്കും. ഇപ്പം നമ്മൾ വിചാരിക്കും, ഓക്കെ, ഞാൻ വളരുന്നത് ആരും കാണണ്ട, ഞാൻ വളരുന്നത് കണ്ടാൽ അവരെന്നെ എങ്ങനെയെങ്കിലും തകർക്കാൻ ശ്രമിക്കും, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കണം. പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ പറഞ്ഞു, ഇവൻ വഴക്കുണ്ടാക്കുന്ന ആളാണ്, ഇവൻ അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നീട് അതിൽ നിന്ന് മാറി നടന്നു. അതുകൊണ്ട് നമ്മൾ പിന്നീട് പഠിച്ച് വിജയം നേടുന്നവരായി മാറി. അങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ ഒളിച്ച് താമസിക്കേണ്ടി വരും. പക്ഷേ ദൈവം നന്മയുള്ളവരെ, കാരണം ദൈവം നമ്മളിലൂടെ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളല്ല, നമ്മുടെ ആഗ്രഹങ്ങളല്ല, ദൈവ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുവാൻ, ദൈവ പദ്ധതി നിറവേറ്റപ്പെടാൻ ദൈവം നിങ്ങളെയും എന്നെയും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനാവശ്യമായതെല്ലാം ദൈവം നമുക്ക് നൽകിത്തരും എന്നാണ് പറയുന്നത്. അവൻ്റെ തലയിൽ അഭിഷേക തൈലം വീണതാണ്, അപ്പോഴും അവന് സിംഹാസനം കിട്ടിയില്ല. ശൗൽ അവനെ കൊല്ലുവാൻ നടന്നു, അപ്പോൾ അവൻ ഒളിച്ചു താമസിക്കുന്നവനായിരുന്നു. 1 കൊരിന്ത്യർ 12:1 പറയുന്നത്, നീ നിമിത്തം ഒളിച്ചു പാർത്തിരുന്നപ്പോൾ, ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോഴും ദൈവം അവൻ്റെ അടുത്തേക്ക് ആളുകളെ പറഞ്ഞയച്ചു. 1 കൊരിന്ത്യർ 12:18 പറയുന്നത്, അമാസയുടെ മേൽ ആത്മാവ് വന്നു. അവരുടെ മേൽ ആത്മാവ് വന്നപ്പോൾ അവർ ആരെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. സമൂഹത്തിലെ എല്ലാവരെയും ആത്മാവ് ഒന്നിച്ചു കൊണ്ടുവന്നു. അവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ദൈവത്തിന് വേണ്ടി നിലനിൽക്കാനിടയായി. ഒരിക്കലും നമ്മൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവം നമുക്ക് ചുറ്റും ആളുകളെ പറഞ്ഞയക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട മനുഷ്യർ നമുക്കൊപ്പം നിന്ന് ആ കാര്യങ്ങൾ ചെയ്തു തീർക്കും. ചിലരെ അപ്പോസ്തലരെന്നും ചിലരെ അധ്യാപകരെന്നും തിരഞ്ഞെടുത്തതുപോലെ ദൈവത്തിൻ്റെ ദൗത്യം നിറവേറ്റുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കുക തന്നെ ചെയ്യും, അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ പറയാതെ തന്നെ ജനങ്ങൾ ഒരു മെയ്യായും ഒരു കൈയായും ഒരു മനസ്സായും നമുക്കൊപ്പം നിൽക്കും. അങ്ങനെ ദൈവോദ്ദേശം നിറവേറ്റപ്പെടും. അത് നമ്മുടെ ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ശക്തിയാലാണ്. നമ്മൾ ഒരിക്കലും വിജയിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ശക്തിയാലല്ല, ദൈവത്തിൻ്റെ കൈകളാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ആളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ പരിപാടികളും പരാജയപ്പെട്ടു പോയാലും ദൈവം നിയോഗിക്കുമ്പോൾ, ദൈവം വിളിക്കുമ്പോൾ മനുഷ്യർ നമ്മുടെ പിന്നിൽ ഒന്നായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ആത്മാവ് അവരുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവിന് മാത്രമേ മനുഷ്യരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ കഴിയൂ. ആത്മാവിനെ നേടാൻ നമ്മുടെ ശക്തി ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ദാവീദിൻ്റെ തിരഞ്ഞെടുപ്പ് മുതൽ, ഗോലിയാത്തിനെ തോൽപ്പിക്കുന്ന ഇടം മുതൽ, ഒളിച്ചു പാർക്കുന്ന ഇടത്തു വരെ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാവീദിനൊപ്പമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏത് പ്രതിസന്ധി സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും, എത്ര നമ്മൾ ഒറ്റപ്പെട്ടാലും, ആര് നമ്മളെ കളിയാക്കിയാലും, ആര് നമ്മളെ മാറ്റി നിർത്തിയാലും, ദൈവം നിയോഗിക്കുന്ന സമയത്ത് നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാനാകും. മനുഷ്യർ നമുക്ക് വേണ്ടി വരും. 1 ശമൂവേൽ 16:13 പറയുന്നു, ആത്മാവ് അന്നു മുതൽ ദാവീദിൻ്റെ മേൽ വന്നു. ആത്മാവ് അവൻ്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകും. രഹസ്യത്തിലുള്ള തിരഞ്ഞെടുപ്പല്ല, വീണ്ടും അവൻ ആളുകളുടെ ഇടയിലേക്ക് വരികയാണ്. നമ്മൾ ഒളിച്ചു താമസിച്ചാലും ദൈവം നമ്മളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ നിശ്ചയം, ദൈവത്തിന് വേണ്ടിയുള്ള പാട്ടുപാടൽ, അങ്ങനെ വിജനതയിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രതിധ്വനിയുണ്ടായി. വിജനതയിൽ ദൈവം വചനം മാറ്റൊലികൊണ്ടു ഒളിവിൽ പാർക്കുമ്പോഴും ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ആകുമ്പോൾ ദൈവനാമം മഹിമപ്പെടും. ജനങ്ങൾ അവർക്കുള്ളതുമായി ദാവീദിൻ്റെ അടുത്തേക്ക് വന്നു. ജനങ്ങൾ അവരുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാമായി ദാവീദിൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെയാണ് ദാവീദ് ദൈവത്തിൻ്റെ സൈന്യം പോലെ ഒരു വലിയ സൈന്യമായി ദാവീദിൻ്റെ സൈന്യം മാറുന്നത്. പ്രിയമുള്ള സ്നേഹിത, നമുക്ക് കുറവുണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം, ആരും നമ്മുടെ ഒപ്പമില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം, ആരും നമ്മളെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നിയേക്കാം, ആരും നമ്മളെ കരുതുന്നില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം, നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നിയേക്കാം, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും അർഹമായത് നമുക്ക് ലഭിച്ചില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ നമ്മളറിയാതെ ഒളിച്ച് താമസിക്കേണ്ടി വന്നാലും കർത്താവ് നമ്മളെ കൈവിടുകയില്ല. അവൻ നിയോഗിക്കാൻ ഇഷ്ടപ്പെട്ടാൽ, അവൻ നമ്മളെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മളെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒറ്റപ്പെടലുകളെ, ഈ പ്രയാസങ്ങളെ, ഈ പ്രതിസന്ധികൾക്ക് മുന്നിൽ തളർന്നു പോകരുത്. കർത്താവ് ഒളിവിലും നമ്മളെ വളർത്തുന്നവനാണ്. അവൻ്റെ കൈകളിൽ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുക. അവൻ നമ്മളെ വിജയാളിയാക്കി തീർക്കും. അവൻ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ ചൊരിയും. അവൻ്റെ ആത്മാവിനാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ അത്തരത്തിൽ രൂപാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കൂ. അവൻ നമ്മളെ ഉപയോഗിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, ജീവിതത്തിൻ്റെ തിരക്കുകളിൽ, പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഒളിച്ചു താമസിക്കേണ്ടവരായിട്ടുണ്ട്, ദാവീദിനെ പോലെ. പക്ഷേ നിൻ്റെ ശക്തി ഞങ്ങളെ പിന്തുടരുന്നു, നിൻ്റെ കൃപ ഞങ്ങളെ പിന്തുടരുന്നു, നിൻ്റെ ആത്മാവ് ഞങ്ങളെ മേൽ നിറയ്ക്കുന്നു. നീ ഞങ്ങളെ ശക്തിപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ശക്തിയുള്ളവരായിത്തീരും. കർത്താവേ, ഞങ്ങൾ ജനത്തിൻ്റെ മുന്നിലേക്ക് വരികയും അങ്ങയുടെ വേല തികയ്ക്കുവാൻ ഞങ്ങൾ ശക്തിയുള്ളവരായി തീരുകയും ചെയ്യുമെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. അതിനായി ഞങ്ങളുടെ ജീവിതം അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ. പ്രിയമുള്ള സ്നേഹിത, ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ സന്ദേശം എന്താണ് നിങ്ങളോട് സംസാരിച്ചത്? എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയതെന്ന് ഞങ്ങളെ എഴുതി അറിയിക്കാമോ? അത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും. നിങ്ങൾ ഈ സന്ദേശത്തിൻ്റെ ഒടുവിൽ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കൂ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ പങ്കുവെച്ചു കൊടുക്കുക. കൂടുതൽ മനോഹരമായ സന്ദേശങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് തിരിച്ചറിയാൻ നിങ്ങൾക്കാവും. ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെ ഇവിടെയായി കാത്തുപരിപാലിക്കട്ടെ. ആമേൻ.